ജീവിതം എല്ലാവർക്കും ഒരുപോലെ എളുപ്പമാകില്ല. ചിലർക്ക് വേദനകൾ മാത്രം സമ്മാനിക്കുന്ന യാത്രയാകാം. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ആത്മഹത്യക്ക് ഒരു കാരണമാകില്ല. ജീവിതത്തിന്റെ ഭാരങ്ങളെ താങ്ങാനാകാതെ വരുമ്പോഴാണ് പലപ്പോഴും പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. വലിയ പ്രശ്നങ്ങൾക്കും വേദനകൾക്കുമിടയിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മോചനമെന്ന് കരുതുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് കടക്കുന്നത്. എന്നാൽ അത് ഒരു അച്ഛന്റെ, അമ്മയുടെ, ഏറ്റവും നല്ല സുഹൃത്തിന്റെ തോൽവി കൂടിയായി മാറുന്നു. അത്തരത്തിലൊരു ആത്മഹത്യാ വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലാ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ 18 വയസ്സുകാരി സിൽഫ സാജനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മരണം അന്വേഷണങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിയൊരുക്കുമ്പോഴും സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോഴത്തെ ചർച്ചാവിഷയം. 8ാം ക്ലാസ് മുതൽ മരണത്തിനായി കാത്തിരിക്കുകയാണ്. മരണം എങ്ങനെയെങ്കിലും വന്നാൽ മതിയെന്നാണ് ആഗ്രഹം. മരണത്തെ വല്ലാതെ പ്രണയിക്കുന്നു എന്നായിരുന്നു കുറിപ്പിൽ എഴുതിയിരുന്നത്. മുൻപ് 2 തവണ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് രണ്ടും പരാജയപ്പെട്ടു. ഇക്കുറി പരാജയപ്പെടില്ല, വിജയിക്കുക തന്നെ ചെയ്യും. ഹൈദരാബാദിൽ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് സിൽഫ. ഈസ്റ്റർ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ജൂൺ 1-ാം തീയതി തിരികെ ഹൈദരാബാദിലേക്ക് പോകാനിരിക്കെയാണ് ഈ കടുംകൈ സിൽഫ ചെയ്തത്. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി കൂട്ടുകാർക്കും അറിയില്ല. പ്രണയമോ മറ്റോ എന്തെങ്കിലും ഉള്ള കാര്യമോ ആർക്കും അറിയില്ല. അവൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് കൂട്ടുകാർക്കും ഒരു വിവരവുമില്ല. സിൽഫ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പഠിക്കാൻ മിടുക്കിയായിരുന്ന സിൽഫ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. മകളുടെ ആത്മഹത്യയിൽ ഷോക്കിലാണ് അവളുടെ അമ്മയും അച്ഛനും സഹോദരനും. വീട്ടിലെല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവളെ വളർത്തിയത്. എന്നിട്ടും ഇങ്ങനെയൊരു കടുംകൈ അവൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവളുടെ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. വീട്ടിലെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളായിരുന്നു സിൽഫ. എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തതെന്ന് അറിയില്ലെന്ന് കരഞ്ഞു തളർന്ന അമ്മയും പറയുന്നു. സ്വന്തം സഹോദരിയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് സഹോദരൻ. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ലാത്തതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറും. കുട്ടിക്ക് എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളോ സാമൂഹിക മാധ്യമ സമ്മർദ്ദങ്ങളോ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകേണ്ടതിന്റെ പ്രാധാന്യം വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ആത്മഹത്യ പരിഹാരമെന്ന നിലയിൽ കാണാതെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതിന്റെ ആവശ്യകതയാണ് ശക്തമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. യുവജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവയ്ക്ക് സമയബന്ധിതമായ പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.